ഹലോ, ഫുഡീസിനുള്ളൊരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇതൊരു ഫുഡ് വ്ളോഗാണ്. അൽനാദയിലുള്ള യോക്കോ സിസ്ലേഴ്സ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് പോയത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് അവിടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കൂ. വളരെ വിശാലമായിട്ടുള്ളൊരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ മെനു ഒക്കെ നോക്കി നമ്മളുടെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യട്ടെ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്യുന്ന സമയം എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഇതൊക്കെ കൊള്ളാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്, സ്റ്റേക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫുഡ് വരട്ടെ, അത് നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവും. അപ്പോൾ ദേ നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ ഐറ്റം തീയും പുകയും പാടിക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിസ്ലിംഗ് ചിക്കൻ. ഇത് ചിക്കനും ബോയിൽഡ് വെജിറ്റബിൾസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് പകരം നിങ്ങൾക്ക് മാഷ് പൊട്ടാറ്റോ ചൂസ് ചെയ്യാം. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം നല്ല ചൂടാണ്. അപ്പോൾ പുക പോകുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ. അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് ഓരോ സാധനം എടുത്ത് വായിലിടുന്നത്. കാരണം ആക്രാന്തം കൊണ്ട് വായിലിട്ട് വായി പൊള്ളി പോയതല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ എൻ്റെ ഫുഡിലേക്ക് കടന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഫുഡ് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിതിൻ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. നിതിൻ ഓർഡർ ചെയ്തത് ബീഫ് സ്റ്റേക്ക് വിത്ത് ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ മാഷ് പൊട്ടാറ്റോന് പകരം നിതിനും ഫ്രഞ്ച് ഫ്രൈസ് ആണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ 3 സോസ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിതൊന്ന് സ്പൈസി, മീഡിയം ആൻഡ് വേറെ ഏതൊരു ഫ്ലേവറിലുള്ളത്. പിന്നെ നമ്മളൊരു സോഫ്റ്റ് ഡ്രിങ്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് അടി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ലയെന്ന്. പക്ഷെ കഴിച്ചു തുടങ്ങുമ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളതുണ്ട്. പിന്നെ ചൂടായതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് കഴിച്ചത്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. അപ്പോൾ അല്ലാതെ ഉള്ളവർക്ക് ഒരു സിസ്ലേഴ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ്. സ്റ്റേക്കും നന്നായിരുന്നു. സ്റ്റേക്ക് ആൻഡ് ഫ്രൈഡ് റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ട് ഓർഡർ ചെയ്തു. ഇതാണ് സിസ്ലിംഗ് ബ്രൗണി. ബ്രൗണിയുടെ മേലെ ഒരു ഹോട്ട് ചോക്ലേറ്റ് സോസും അതിൻ്റെ മേലെ നല്ല കൂൾഡ് ഐസ്ക്രീമും ആൻഡ് അതിൻ്റെ മേലെ കാഷ്യൂ വെച്ച് ഗാർണിഷും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡെസേർട്ട്സിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണിത്. അപ്പോൾ ഞാൻ അത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചപ്പോൾ സംഭവം കൊള്ളായിരുന്നു. ബ്രൗണി നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഐസ്ക്രീമിന് എന്തോ ഒരു ഫ്ലേവർ കുറവുള്ള പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല, നമ്മളത് രണ്ടും ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വീണ്ടും വേറെ വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.